അനുപട ഒരു നറേറ്റീവ് വളരെ വ്യാപകമായി കുറച്ചു കാലം പ്രചരിച്ചാണ് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, ഒരു ബിസിനസ് ഇവിടെ സക്സസ് ചെയ്യൽ വലിയ ടാസ്ക്കാണ്. പക്ഷേ അതേ സമയത്ത് ഷാജിയും സക്കീറും മറുഫും അതായത് കാരണം സുലൈമാൻ കഴിഞ്ഞ് എല്ലാവരും വിഷ്ണുണ്ട്, ഇവരെല്ലാം വിജയിക്കുന്നുണ്ട്. ഈ നറേറ്റീവ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിനെതിരാണ്. അങ്ങാണെങ്കിൽ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നത്, എന്നാൽ തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ ബിസിനസ്. കേരളത്തിലെ ബിസിനസ്സിന് അത്ര വലിയൊരു ഒബ്സ്റ്റാക്കിൾ ഉണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്യണം? കാരണം ഇവർക്കെല്ലാം അതിൻ്റെ സൂത്രവാക്യം പറഞ്ഞത് നന്നായി. പറഞ്ഞത് ശരിയാണ്. ഞാൻ കേരളത്തിന് പുറത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ്. വിദേശത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെ ബിസിനസ് ചെയ്യാനും പ്രതിസന്ധികളുണ്ട്. അത് ആദ്യം പഠിക്കണം. ഒരിക്കൽ മുഖ്യമന്ത്രി ക്ലോസ്ഡ് ഡോർ ഡിസ്കഷൻ ടൈമിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ തൊഴിലാളികൾക്കല്ല ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഇൻവെസ്റ്റേഴ്സിനാണ്. ചില ബാലപാഠങ്ങൾ പഠിച്ചിട്ട് വേണം ഈ രംഗത്തേക്ക് ഇവിടെ ഇറങ്ങാൻ. അത് സർക്കാരിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അത് ഞങ്ങളെപ്പോലുള്ളവർക്കേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഡിമിക്സ് ഒരിക്കലും ഇവിടെ ഫാക്ടറി ഉണ്ടായിരുന്നില്ല. 9 വർഷം മുമ്പ് മേളം ഏറ്റെടുത്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങുന്നത്. അതിനുശേഷം സഞ്ജീവനം ഹോസ്പിറ്റൽ അപ്പോൾ 9 കൊല്ലം മുമ്പ് ഞാൻ മേളം ഫാക്ടറി ഏറ്റെടുക്കുന്ന ദിവസം പോലും അവിടെ സമരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 9 കൊല്ലമായിട്ട് അവിടെ ഇന്ന് വരെ ഒരു ദിവസം പോലും പണി മുടങ്ങിയിട്ടില്ല. പ്രൊഡക്ടിവിറ്റി 40% കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ മാനേജ്മെൻറ്റിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ അത് നടത്തുന്ന രീതിയിൽ തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം, ഇവിടെ പറഞ്ഞ മാതിരി അവർക്ക് ശമ്പളം, അവരുടെ ബോണസ്, മിനിമം കൊടുക്കേണ്ട, ലീഗലി കൊടുക്കേണ്ട കാര്യങ്ങൾ, അവരുടെ കുടുംബവും നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ചിന്ത, അതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാനിവിടെ ഇപ്പോൾ സഞ്ജീവന ആയുർവേദ ഹോസ്പിറ്റലായാലും ഇത്രയധികം ആളുകൾക്ക് ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. എല്ലാം മലയാളികളാണ്. ബാക്കി ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഹിന്ദിയിൽ ചോദിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഞാൻ മലയാളികൾക്ക് മാത്രമേ കേരളത്തിൽ ജോലി കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് വിദേശത്തുനിന്ന് വരുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും നല്ല സർവീസ് ഇവിടെ കിട്ടുന്നതെന്ന്. അപ്പോൾ മലയാളിയെ ബീറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല. അവർ കേരളത്തിന് പുറത്ത് പോയിട്ടാണ് ഇത്രയും കാലം അത് ചെയ്തിരുന്നത്. പക്ഷേ കേരളത്തിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് തെളിയിച്ചവരാണ്. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിനെ കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്. വലിയ വലിയ ഇൻഡസ്ട്രീസ് വരാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. ഞാൻ ഈ അടുത്ത് ഡൽഹിയിൽ നടന്ന പ്രവാസി സംഗമത്തിൽ ഒരു 100-300ഓളം പ്രവാസി ഇൻവെസ്റ്റേഴ്സ് ഉള്ള സ്ഥലത്ത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. അത് ഭീകരമായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. ഇതൊന്നുമല്ല പ്രശ്നം. കേരളത്തിന് പുറത്തുള്ള ഞങ്ങളെപ്പോലുള്ളവർ കേരളത്തിൽ ബിസിനസ് ആരംഭിച്ചാൽ ഇത് ഏറ്റെടുക്കാൻ ഞങ്ങളുടെ മക്കൾ തയ്യാറാണോ എന്നുള്ളതാണ്. ലോകത്തിലുള്ള ഒരാൾ പോലും കൈപൊക്കിയില്ല എൻ്റെ മക്കൾ ഇത് ഏറ്റെടുക്കുമെന്നുള്ളൂ. അവർക്ക് 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പഠിക്കാൻ വിദേശത്ത് പോകണം. ആ പഠിപ്പ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജോലി അല്ലെങ്കിൽ ബിസിനസ്. ഒരു പക്ഷേ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ പോലും അവർ തയ്യാറാണ്. ഇവിടെ വലിയ ബിസിനസ്സുള്ള ആളുടെ മകനായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടുത്തെ ജീവിത രീതി, അവരുടെ സാഹചര്യങ്ങൾ, ഇവിടെ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്.